അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ജോഗ്രഫിക്ക് ഒരു പരിമിതിയുണ്ട്. അത് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ അദ്ദേഹത്തിന് എത്രത്തോളം ആവേശം കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം കോൺഗ്രസുമായി സഖ്യമല്ലാത്ത സംസ്ഥാനങ്ങളുണ്ട്, നമുക്കറിയാം. കോൺഗ്രസുമായി സഖ്യമുണ്ട്. പിന്നെ പാർട്ടിയുടെ ജോഗ്രഫി കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം, ഗോവ ഉൾപ്പെടെയുള്ള കുറച്ച് പോക്കറ്റുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. ഇതൊക്കെ ആം ആദ്മി പാർട്ടിയുടെ പരിമിതിയായി നിൽക്കുമ്പോൾ പൊതുസമ്മതനായ ഒരു പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല. അങ്ങനെ ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു പൊതു സ്ഥാനാർത്ഥി ഇല്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ അരവിന്ദ് കെജ്രിവാൾ പറയുകയുണ്ടായി, ഞങ്ങൾ അടുത്ത ക്യാബിനറ്റിൽ മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കുമെന്ന്. അപ്പൊ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി മോഹമില്ല, അതേസമയം ആം ആദ്മി പാർട്ടി ഭരണത്തിലുണ്ടാകും എന്നുവരെ പറഞ്ഞെത്തിക്കുമ്പോൾ ആ പ്രചരണ രംഗത്ത് ശക്തി ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുള്ളതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. മാത്രമല്ല, അദ്ദേഹം ജയിലിൽ നിന്ന് വന്ന അടുത്ത ദിവസം രാവിലെ കുളിച്ച് ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി പൊട്ടൊക്കെ ഇട്ട് അതിനുശേഷമാണ് പ്രചരണ രംഗത്ത് ഇറങ്ങിയത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ ഒരു മൃദുല ഹിന്ദുത്വ ക്യാമ്പയിൻ സ്റ്റൈൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പോക്കറ്റിലും ഉള്ളത്. ഒരു പരിധിവരെ രാഹുൽ ഗാന്ധി ഉപയോഗിച്ചിട്ടുണ്ട് ഒരു മൈൽഡ് ഹിന്ദുത്വ സ്റ്റൈൽ.